ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇഗ്നോ ഫോക്കസിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ എന്നാൽ ഇഗ്നോ സ്റ്റുഡൻസിന് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. ഇഗ്നോ സ്റ്റുഡൻസ് മാർക്ക് അപ്ഡേഷൻ, അതേപോലെ തന്നെ പേയ്മെൻറ്റ് ഇഷ്യൂ, ഇതുപോലെ തന്നെ കുറേ ടൈപ്പ് ഇഷ്യൂസ് നേരിടുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നേരിട്ട് ഇഗ്നോ വഴി അല്ലെങ്കിൽ റീജിയണൽ സെൻറ്റർ വഴി കംപ്ലയിൻറ്റ് ചെയ്യാവുന്നതാണ്. എങ്ങനെയാണെന്നാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ആദ്യം ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിളിൽ ഇഗ്നോ എന്ന് സെർച്ച് ചെയ്താൽ ആദ്യം തന്നെ ഇഗ്നോ എന്നിട്ടുള്ള വിൻഡോ ഓപ്പൺ ആവും. അതിൽ സ്റ്റുഡൻറ്റ് സർവീസസ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറേ ഓപ്ഷൻസ് ഇവിടെ കാണാൻ കഴിയും. പ്രോഗ്രാംസ്, അഡ്മിഷൻസ്, പേയ്മെൻറ്റ്സ്, ഡൗൺലോഡ്സ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് കാണാൻ കഴിയും. നമുക്കിപ്പോൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാനുള്ളതുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് സ്റ്റുഡൻറ്റ്സ് ഗ്രാവിയൻസസ് ആണ്. ഐഗ്രാം ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഐഗ്രാമിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു വിൻഡോ ഓപ്പൺ ചെയ്തു വരും. ഇതിൽ ആദ്യമായിട്ട് ഗ്രാവിയൻസ് എന്നിട്ട് കാണാൻ കഴിയും. ഇതിൽ സെലക്ട് കൊറി, നമുക്ക് ഏത് ടൈപ്പാണ് നമുക്ക് കൊറി ഉള്ളത്. ഫസ്റ്റ് നമുക്ക് ഏതാണ്, അസൈൻമെൻറ്റ്സ് പ്രോബ്ലംസ് ആണോ, അല്ലെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽ ഇഷ്യൂസ് ആണോ, ലേണേഴ്സ് സപ്പോർട്ടാണോ, പ്രാക്ടിക്കൽസ് ആണോ, നമുക്ക് ഏത് ടൈപ്സാണ് നമ്മളിപ്പോൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുന്നത്. അത് കുറേ ഇഷ്യൂസ് ഉണ്ട്. ഹോൾ ടിക്കറ്റ്, റീവാലുവേഷൻസ്, എൻട്രൻസ് ടെസ്റ്റ്, അങ്ങനെ അത് നമുക്ക് ഏത് ഇഷ്യൂസ് ആയിട്ടാണ് നമ്മൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുന്നത് അത് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യാം. നമ്മളിപ്പോൾ അസൈൻമെൻറ്റ് സെലക്ട് ചെയ്യാം. അസൈൻമെൻറ്റ്സ് സബ്ജക്റ്റ് എന്താണ് സബ്ജക്റ്റ് എന്ന് നമ്മൾ സെലക്ട് ചെയ്യാം. സബ്ജക്റ്റിൽ ഇവിടെ സബ്ജക്റ്റ് സെലക്ട് ആക്കുമ്പോൾ അസൈൻമെൻറ്റ് സബ്മിഷൻ പ്രോബ്ലംസ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അപ്ഡേഷൻസ് ഓഫ് മാർക്ക്, ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻസ്, ഇതൊക്കെ നമ്മൾ സെലക്ട് ചെയ്യാം. നമ്മളുടെ അപ്ഡേഷൻസ് ഓഫ് മാർക്സ് അപ്ഡേഷനാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്ഡേഷൻസ് ഓഫ് മാർക്സ് നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ ഇങ്ങനെ കുറേ ഓപ്ഷൻ ഇത് കാണും. അപ്പോൾ അതിൽ ഫസ്റ്റാണ് നമ്മൾ ഏതാണ് നമ്മൾ റീജിയണൽ സെൻറ്റർ എന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് റീജിയണൽ സെൻറ്റർ. ഇതിൽ കുറേ റീജിയണൽ സെൻറ്റേഴ്സ് ഉണ്ട്. ഏത് റീജിയണൽ സെൻറ്റർ ആണെന്നും സെലക്ട് ചെയ്യുക. അതിൽ ബാംഗ്ലൂരിന് സെലക്ട് ചെയ്യാം. ഇത് സെക്കൻഡ് വൺ എൻറോൾ നമ്പർ, നമ്മൾ എൻറോൾ നമ്പർ കൊടുക്കുക. അതേപോലെ തന്നെ സ്റ്റുഡൻറ്റ് നെയിം കൊടുക്കുക. ഇത് ഓൾറെഡി ഫിൽഡ് ആയതുകൊണ്ട് ആ ഓപ്ഷൻസ് അവിടെ കാണുന്നുണ്ട്. ഇത് ഏതാണ് നമ്മൾ പ്രോഗ്രാം സെലക്ട് ചെയ്യുക. ഇവിടെ BA ഉണ്ട്, എല്ലാ പ്രോഗ്രാംസ് ഉണ്ട്. നമുക്ക് ഏത് പ്രോഗ്രാംസിൻ്റെയാണ് നമ്മൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുന്നത് ആ പ്രോഗ്രാം സെലക്ട് ചെയ്യുക. നമ്മളിപ്പോൾ MCOM ആണ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്യുന്നത്.